വലിയ കാര്യത്തിൽ ജിമ്മിൽ കയറുന്നത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പോലും അറിയില്ല. ഒന്നുമില്ല, ഞാനിപ്പോൾ ഒരു വലിയ വെയിറ്റ് അങ്ങോട്ട് പൊക്കാൻ പോവാണ്. ആ രസമുണ്ട് രസമുണ്ട്. വേറെ വെയിറ്റ് ഒന്നും കിട്ടാൻ ഒരു ചെക്കനെ പൊക്കൊണ്ട് വരുന്ന ജിമ്മിലെ കോച്ച്. ഇതെനിക്ക് പറ്റുമോ? പറ്റൂലേ? അതൊക്കെ പറ്റും. സിമ്പിളാ, ഫുൾ മോട്ടിവേഷൻ എടുത്തിട്ട് അടിച്ചോ. ഹലോ എവരിവൺ. ഹലോ ഗൈസ്. അതൊക്കെ ഉണ്ടാവും ഇനി. ഇന്ന് നമ്മള് ജിം വ്ലോഗാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ബൈ ദ വേ നമ്മൾ ഇന്ന് ജിമ്മിലേക്ക് പോവാണ്. നല്ല ലേറ്റ് ആയി. നമ്മൾ നോർമലി പോകുന്ന സമയത്തേക്കാളും കുറച്ച് ലേറ്റ് ആയി. അപ്പോൾ നമുക്ക് പോയിട്ട് വേഗം വരാം. അതുകൊണ്ട് ഫുഡൊക്കെ ഇന്ന് പുറത്തുനിന്ന് കഴിക്കേണ്ടി വരും തോന്നുന്നു. നമുക്ക് വേഗം പോയിട്ട് ജിമ്മിൽ പോയിട്ട് കുറച്ച് വർക്കൗട്ട്സ് ഒക്കെ ചെയ്തിട്ട് വരാം. കുറച്ച് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ജിമ്മിൽ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് റെസ്യൂം ചെയ്തേക്കാം അല്ലേ? ഇന്ന് പോവല്ലേ? പവറൊക്കെ അല്ലേ? പോവല്ലേ? ഇന്നെന്താ മിണ്ടാത്തത്? ഒന്ന് ഓണാവ്. പവറൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ജിമ്മിൽ പോകുമ്പോൾ ഉറക്കം വരിക. ശരി ശരി, ഓക്കെ. അപ്പോൾ പോവാണ്. നിന്റെ പാർക്കിംഗ് സീൻ കാണിച്ചതാ. പാർക്കിംഗ് സീൻ നല്ല പാട്ടൊക്കെ വരുന്നില്ലേ? വലിയ കാര്യത്തിൽ ജിമ്മിൽ കയറുന്നത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പോലും അറിയില്ല. ഒന്നുമില്ല. അതെ, ഏതാ വർക്കൗട്ട്? ഏതാ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുമ്പ്? ഏതാന്ന് അറിയാണ്ട് അവള് വലിയ ഷോയ്ക്ക് അങ്ങോട്ട് ജിമ്മിൽ കയറി നടക്കുന്നത്. ഏതാ വർക്കൗട്ടൊന്നും അറിയില്ല, ചുമ്മാ കയറാ വരാ. നമ്മൾ ഏതാ ചെയ്യാ? കഴിഞ്ഞ പ്രാവശ്യം ഏതാ ചെയ്യാ? കഴിഞ്ഞ ദിവസം ഏതാ ചെയ്തത്? കഴിഞ്ഞ ദിവസം ഷോൾഡർ. അപ്പൊ നമുക്ക് ഇനി ബാക്കി ചെസ്റ്റ് ഉണ്ട്, വിങ്സ് ഉണ്ട്, ലെഗ് ഉണ്ട്. ഇതൊക്കെ നടക്കുമോ ഈ ആഴ്ച? എല്ലാം തീർക്കണം ഇന്നല്ല, ഈ ആഴ്ചയില്. അപ്പൊ നമുക്ക് ഇന്ന് ചെസ്റ്റ് ചെയ്യാം. ചെസ്റ്റ് ചെയ്യുന്ന മുമ്പ് നമുക്ക് വാമപ്പ് തുടങ്ങിയാലോ? ഓ, ഫ്രണ്ടിലേക്ക് വന്നോ? എന്താ ഫ്രണ്ടിൽ നിന്നിട്ട് ഷോ കാണിക്കാനില്ല, നമുക്ക് വാമപ്പ് തുടങ്ങാം. ഓക്കെ, ജസ്റ്റ് സ്റ്റാർട്ട് ദ വാമപ്പ്. പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കും. നീ സ്റ്റാർട്ട് ചെയ്തോ? എന്താ തുടങ്ങുന്നു? ഈ സൈഡ് ഇതാണ് ഹെഡിലെ വാമപ്പ്. ബാക്കി ഓക്കെ, ഞാനും പോയി വാമപ്പ് ചെയ്യട്ടെ. ഈ ലെഗാണ് ആദ്യം വാമപ്പ് ചെയ്യുന്നത്? ലെഗാണോ ചെയ്യുന്നത്? ലെഗിന്റെ വാമപ്പ്. ആ യെസ്, ഒന്ന് ചാടിയേ. പവറാവട്ടെ. ചിരിക്കണ്ട കേട്ടോ, എന്റെ അങ്ങനെ ആ ലെഗിലൊക്കെ വർക്കൗട്ട് ചെയ്ത് കുറെ ആയില്ലേ? ഒരു കഴിഞ്ഞ വീക്ക് ചെയ്തിട്ടില്ല. ഒരു വീക്ക് ആയില്ലേ? ഒരു വീക്ക് കഴിഞ്ഞു. അതെ, നമ്മുടെ ലാസ്റ്റ് വീക്കില് ലെഗ് വർക്കൗട്ട് സ്കിപ്പായിരുന്നു, ചെയ്യാൻ പറ്റിയില്ല. ഇതൊക്കെ എന്താന്ന് ആൾക്കാർ ചോദിക്കും. ലെഗ് ചെയ്യണം. എനിക്ക് ലെഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇഷ്ടമില്ല? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുഷപ്പ് ചെയ്യട്ടെ? പുഷപ്പ് ചെയ്യാൻ പോകുന്നു. നോർമലി ഞാൻ 20 എണ്ണമാണ് ചെയ്യാറ്. പക്ഷെ വാമപ്പ് അതിന് ചെയ്യാം. 3 4 ഓടിച്ചിട്ട് പറഞ്ഞുതരാം. ബാക്കി ഞാൻ കട്ട് ചെയ്യും. 8 9 10 1 2 3 4 5 6 7 8 9 10 പറഞ്ഞില്ലേ? 20 11 കറക്റ്റ് നിർത്തുന്നു. നീ എത്രണ്ണം ചെയ്യും? ഞാൻ 8 അല്ല 20 എണ്ണം ചെയ്യണം. 20
നീ 20 നിർത്തുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ. ആണോ? കറക്റ്റ് 20. ഞാൻ 20 ചെയ്യാറുള്ളൂ വാമപ്പായിട്ട്. അത് കഴിഞ്ഞ് ഞാൻ കൂടുതൽ ചെയ്യും കുറെ. എപ്പോ ചെയ്യും, കാണിച്ചു തരാം. ചെയ്തോ അമ്മേ. 1 താഴേക്ക് പോട്ടെ. ഇത്രേ പോളൂ. ഉടായ്പ പുഷപ്പാണ്. ഏതാ ഫസ്റ്റ് വർക്കൗട്ട്? ചെസ്റ്റിന്റെ ഫ്ലാറ്റ് ചെസ്റ്റ് പ്രസ് ആണ്. ഫ്ലാറ്റ് ചെസ്റ്റ് പ്രസ് ആണോ? എന്നിട്ട് പവറാക്കുവോ? എടുത്ത് ചെയ്യ്. ഇത് ഡംബലാണ് നമ്മൾ ചെയ്യുന്നത്. ഡംബിളാ? അതെ, നമ്മൾ ഡംബിളിലാണ്, ബാറിലല്ല ചെയ്യുന്നത്. ഫ്ലാറ്റ് പ്രസ്, ചെസ്റ്റ് പ്രസ് ഡംബിളാണ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് കൂടിപ്പോയോ? കുറഞ്ഞു പോയെന്നേ ഞാൻ പറയുള്ളൂ. അത് നിനക്ക്. ഇതാണ് ഫ്ലാറ്റ് ചെസ്റ്റ് പ്രസ്. 7.5 kg ഒക്കെ പൊക്കുന്നുണ്ട് ആള്. അതെ, എന്താ ഒരു വലിയ വെയിറ്റ് ഒക്കെ പൊക്കൊണ്ട് വന്നേക്കുന്നേ? ഇതെനിക്ക് പറ്റുമോ? പറ്റൂലേ? അതൊക്കെ പറ്റും. സിമ്പിളാ, ഫുൾ മോട്ടിവേഷൻ. എടുത്തിട്ട് അടിച്ചോ. പറ്റും. അവിടുന്ന് 7.5 എടുത്ത ഫ്ലോയിൽ എടുക്കാൻ നോക്കി, എടുത്തിട്ട് വരുന്നില്ല. പിന്നെ ഏതായാലും കൈ വെച്ചാലേ നാണകടണ്ടെന്ന് ഓർത്ത് അങ്ങനെ എടുത്തിട്ട് വന്നു. ആർക്ക്? നിനക്ക് സെറ്റാക്കേ. എന്തോ ഒരു സാധനം കയ്യിൽ കിട്ടിയല്ലേ, ഇത് വെച്ച് ഇപ്പൊ എന്ത് ചെയ്യുന്നറിയില്ലേ? ഒരു ഫ്ലോയിൽ അവിടുന്ന് പൊക്കി ഇല്ല, ഫുൾ ഓണാ. നീ അടിച്ചോ. 10 kg ഒക്കെ പൊക്കിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. 1 2 സിമ്പിൾ 3 കൊള്ളാം 4 5. മാറ്. ഇവന്റെ ഒരു ഷോ ഉണ്ട്. ഇനി കുറച്ച് സ്ഥലം തരൂ. ഇവിടെ ഒന്നും സ്ഥലമില്ലല്ലോ. ട്രെയിനർ ഏതൊരു വെയിറ്റ് കൊണ്ട് പോകുന്നുണ്ട്. അതാണ് നമ്മുടെ ട്രെയിനർ ഇപ്പൊ പോയത്. 10 കിലോ പൊക്കിട്ട് ഞാനിപ്പോ ഒരു വലിയ വെയിറ്റ് അങ്ങോട്ട് പൊക്കാൻ പോവാണ്. നമുക്ക് നോക്കാം. ഇതാണ് എന്റെ ലാസ്റ്റ് റെപ്പ്. 20 kg പോവായിരിക്കും. നോർമല് ചെയ്തിട്ടുണ്ട്. പിടിക്കണോ? സപ്പോർട്ടൊന്നും വേണ്ട. പൊക്കാൻ പോവാ. അതെ, ആരെ നിക്ക്. ഇതൊക്കെ ചെറുത്. ഇതൊരു 10 കിലോ വെയിറ്റ് കുറവാണ്. 3 4 5 6 7 8. ഫ്ലോർ അടിക്കുന്നുണ്ടല്ലോ. 10. സിമ്പിൾ. ഒരു 22.5 കൂടെ പോകുന്നു. അതിനിടെ കൂടെ ഷോ കാണിച്ചു പോകുന്നു. ഷോവാ കോച്ച്? അമ്മേ പിടിക്കണോ? അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിക്കുന്നത്. എനിക്ക് വേറെ വെയിറ്റ് ഒന്നും കിട്ടാൻ ഒരു ചെക്കനെ പൊക്കൊണ്ട് വരുന്ന ജിമ്മിലെ കോച്ച്. ഇവിടെ ഉള്ള വെയിറ്റ് ഒന്നും എനിക്ക് തികയുന്നില്ലെന്നാണ് പുള്ളി പറയുന്നത്. പാവം. അടുത്തേതാ? ഏതായാലും ചെയ്യാ. ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ, കുറച്ച് വെള്ളം കുടിക്കട്ടെ. കോച്ച് പറയൂ. എന്താ കംപ്ലീറ്റ് ചെയ്തോ? ഏതാ ചെയ്തേ? ഇൻക്ലൈൻ പ്രസ്സാ. നമ്മളെ എൻറ്റയർ ചെസ്റ്റിന്റെ വർക്കൗട്ട് കഴിഞ്ഞു. ഇപ്പൊ നമ്മള് അപ്പർ ചെസ്റ്റ് ചെയ്ത അല്ലേ? അപ്പർ ചെസ്റ്റ് ചെയ്താ ഇൻക്ലൈൻ പ്രസ് ആണെന്ന് തോന്നുന്നാ. അതെന്നാ ചെയ്തത്? അത് അപ്പർ ചെസ്റ്റ് കിട്ടിയായിരുന്നല്ലോ. കിട്ടിയെങ്കിൽ കൊള്ളാം. അഭിനയിക്കല്ലേ, ചുമ്മാ ഡംബിളെടുത്ത് പൊക്കിയിട്ട് കാര്യമില്ല. എവിടെ ചെയ്യുന്നെന്ന് അറിയണം. കിട്ടിയോ? അപ്പൊ സെറ്റ്. എന്നാ ഞാൻ ചേട്ടെ. നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഇത് നമ്മൾ ഇൻക്ലൈൻ ചെസ്റ്റ് പ്രസ് ആണ് ചെയ്യുന്നത്. എന്തിനാന്ന് പറയാം? അപ്പർ ചെസ്റ്റിന് വേണ്ടി. നമ്മൾ കുറച്ചും നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻറ്റയർ ചെസ്റ്റ് ചെയ്തു. ഇപ്പൊ അപ്പർ ചെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് ലോവർ ചെസ്റ്റും കൂടെ ചെയ്താൽ ചെസ്റ്റ് ഫുള്ള് കവർ ആവും. ഇല്ല, വേണേ കോഴിയുടെ ചെസ്റ്റ് ഇല്ലേ,
ചെസ്റ്റ് കാണിക്കാം. കോഴിയുടെ നിന്റെ കോഴിയുടെ പോയിട്ട് നമുക്ക് അൽഫാം വാങ്ങി കഴിക്കുമ്പോ ആ ചെസ്റ്റ് പീസിലാണ്. അല്ല അതെ അതെ അത് നീയാ കോഴി ഇവിടുത്തെ. ഞാൻ കോഴിയൊന്നുമില്ല. എന്നാ ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഞാൻ ചെയ്യാൻ സമ്മതിക്ക് അമ്മേ. 1 2 3 ബോക്സറാ ബോക്സിംഗ് അറിയില്ല. അടി കൊള്ളണമെന്നാ. തിരിച്ചടി ഇങ്ങനെ രണ്ടുപേരും അടിയാക്കുന്ന ഞാൻ വീഡിയോ എടുത്ത് ഷെയർ ചെയ്തേക്കാം. ഗേൾസിനെ ഇടിക്കുന്ന എന്താണ് വേർഡ് ബിഗ് ബോസിൽ പറയുന്ന ഇത് മെയിൽ ഷോവനിസ്റ്റ് ആണ് ലുത്തഫി. അങ്ങനൊന്നുമില്ല. ഞാൻ ബിഗ് ബോസിൽ കേട്ടോ. ആണോ? നല്ലതാ. കാണാത്ത നല്ല. ഞങ്ങക്ക് സമയം പോവാത്തോണ്ട് ഇതാണ് നമ്മുടെ ചെസ്റ്റിന്റെ 3rd വർക്കൗട്ട്. ലോവർ ചെസ്റ്റ് കിട്ടുന്നുണ്ടോ? അതി ലോവർ ചെസ്റ്റ് കുറച്ചുകൂടെ വെയിറ്റഡ് ആയിരുന്നു. കുറച്ചും കൂടെ വെയിറ്റഡ് ആയിരുന്നോ? കുറച്ചുകൂടെ വെയിറ്റ് ഇട്ട് എന്താന്ന് അറിയോ ഗുണം? നമ്മളിങ്ങനെ ഫ്രണ്ട് പോയെന്ന് വെച്ചോ, ബാക്കിൽ വരാൻ നമ്മൾ ഒന്നും ചെയ്യണ്ട, വലിച്ചോണ്ട് പോകും. ഇങ്ങനെ പോകും. അജിത്തേട്ടൻ on the floor. 1 2 justice truth peace honor. ഇവനോ 5 വെയിറ്റ് കുറവാ ഉദ്ദേശിച്ചത്. എടാ മുഖം കുനിച്ച് വെക്കില്ലടാ. മുഖം കാണിക്കടാ. ഫേസ് കാണിക്കാൻ. ജസ്റ്റ് വാമപ്പാ. ഫുൾ വർക്കൗട്ട് വരാൻ പോകുന്നു. നമ്മള് ഭയങ്കര സീരിയസ് വർക്കൗട്ടാ. അതെന്താ അറിയോ? എന്താ? പെട്ടെന്ന് ഒരു അരമണിക്കൂറിൽ തീർത്ത് പോണം. അതുകൊണ്ടാ പെട്ടെന്ന് തീർത്തിട്ട് സമയം നമ്മൾ വരുമ്പോ തന്നെ കുറച്ച് ലേറ്റ് ആയി. ഇനി ഫുഡൊക്കെ കഴിക്കണ്ടേ? അയ്യാ വേഗം തീർത്തിട്ട് പോവാ. അടുത്ത് ഞാനല്ലേ? ആ ഇങ്ങനെ വെക്കുമ്പോഴോ? എവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഇതാണോ വിങ്സ് ആണോ? ഓ വിങ്സ് അല്ല, കൈ മറ്റേ എല്ലില്ലേ? ആ എല്ല് കാണാ രസല്ലേ? ഷോൾഡർ ആണോ? ഷോൾഡർ ആയിരിക്കും. ഞാൻ കാണിച്ചു തരാം. കാണിക്കേ. ഈ ഒരു ഏരിയ ഉണ്ടോ? ഈ ഇത്രയുള്ള ഒരു ഏരിയ അത് കാണാൻ രസല്ലേ? രസമുണ്ട്. അത് ഷോൾഡറാ. ആ റിയൽ ഡെൽറ്റ്. വർക്കൗട്ട് കഴിഞ്ഞു. ഇറ്റ്സ് മൈ റിയൽ ടൈം. ജസ്റ്റ് മാത്രം ചെയ്തിട്ട് പരിപാടി നിർത്തിയല്ലേ? ഗേൾസിന് കൂടുതൽ വർക്കൗട്ട് ചെയ്യാൻ പാടില്ലല്ലേ? എന്റെ ഡോക്ടർ എനിക്ക് അഡ്വൈസ് ചെയ്തു. ഏതാ നിന്റെ ഡോക്ടർ ഒന്ന് കാണട്ടെ ഞാൻ. അന്ന് നമ്മള് പോയപ്പോ മറ്റേ ആയുർവേദ ഡോക്ടർ പറഞ്ഞു. ഓ അതെയോ? എനിക്ക് കാർഡിയോ ആണ് വേണ്ടത്. കാർഡിയോ ചെയ്. അതൊരു ദിവസം ചെയ്യുമല്ലോ. ഇപ്പൊ ചെയ്യാൻ പറ്റില്ല. കാർഡിയോ ആണ് കൂടുതൽ വേണ്ടത്. മറ്റേ ബോഡി വെയിറ്റ് ട്രെയിനിങ്ങിനേക്കാളും കാർഡിയോ ആണ് എന്റെ ബോഡി ടൈപ്പിന്. എന്താ ഇവര് ആയുർവേദത്തിൽ എന്തോ ഒരു പരിപാടി ഉണ്ടല്ലോ, എന്താണ് വാദം പിത്തം അങ്ങനെ എന്തോ ഒരു കാറ്റഗറി ഉണ്ട്. കാറ്റഗറൈസ് ചെയ്യും നമ്മളെ ബോഡി ടൈപ്പ്. എന്ത് വെച്ചിട്ടാ എനിക്കറിയാം. നമ്മളെ മെന്റാലിറ്റി ആണോ? അതന്നെ നമ്മുടെ ബോഡി ടൈപ്പ് എന്തിന്റെ ബേസിൽ അവര് കാറ്റഗറൈസ് ചെയ്യും. അപ്പൊ അങ്ങനെ എന്റെ ബോഡി ടൈപ്പ് നോക്കിയപ്പോ എനിക്ക് പറ്റുന്നത് കുറച്ചുകൂടെ എനിക്ക് വേണ്ടത് കാർഡിയോ ആണ് വെയിറ്റ് ട്രെയിനിങ്ങിനേക്കാളും എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ ഡോക്ടർ പറഞ്ഞല്ലേ, അപ്പൊ നമ്മള് വെയിറ്റ് ട്രെയിനിങ് കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഞാൻ ജസ്റ്റ് ഇവന്റെ കൂടെ പാവം ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. ഇവന് വെയിറ്റ് ചെയ്ത് റീൽസ് ഒക്കെ കണ്ട് കഷ്ടപ്പെട്ട് വെയിറ്റ് ചെയ്യും. അത്ര ഞാൻ ചെയ്തു. ഞാനിപ്പോ ട്രൈസെപ്സിന്റെ വർക്കൗട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവന് ഒരാൾ കാരണമാണ് ഞാൻ ഇവിടെ നിൽക്കേണ്ടി വരുന്നത്. എന്താ? 1 2 3 4. എന്താ ജോ പശു ചാണകം ഇടുമ്പോ ഉള്ള എക്സ്പ്രഷൻ ഇടുന്നേ? മതി നിർത്ത്. മതി പറ. 1 2. നിങ്ങൾ സീരിയസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊന്നും കണ്ട് ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ യൂഷ്വലി എല്ലാ സാധനവും കുറച്ച്
കുറച്ച് കോമഡി ആയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവനെ ആക്കുന്നത്. അല്ലാണ്ട് വർക്കൗട്ടിനെ ആക്കുന്നതല്ല. സീരിയസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യണം. സീരിയസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാം. വർക്കൗട്ട് ചെയ്യുമ്പോൾ സീരിയസ് ആയിട്ട് ചെയ്യാം. എല്ലാ സമയം ഭയങ്കര ഫണ്ണായിട്ടിരിക്കുക. എന്നാലേ നമുക്കൊരു വൈബ് ഉണ്ടാവുള്ളൂ. ചെയ്യുന്ന സമയം കറക്റ്റ് ഫോമിൽ തന്നെ ഫോമിൽ കറക്റ്റ് വർക്കൗട്ട് നോക്കി ചെയ്യാം. അത് കണ്ട് നിങ്ങൾ ഇങ്ങനെ വിചാരിക്കണ്ട, ഞാൻ ഇതിന് താഴ്ത്തി പറയുന്നതല്ല. ജസ്റ്റ് നമ്മളിങ്ങനെയാണ് കോമഡി ആയിട്ടാണ് ഫണ്ണായിട്ടാണ് എല്ലാ മൊമെന്റ്സ് എടുക്കുന്നത്. ഐ റെസ്പെക്ട്. 5 6 ഒരു ക്ലോസപ്പ് വ്യൂ എടുത്തതാ. അവിടെ ഒന്നുമില്ല. ഇതാ ട്രൈസെപ്സ്. എവിടെടാ കാണുന്നില്ലേ? ഈ ഒരു സാധനം ഇല്ല. എന്തുകൊണ്ടെന്ന് അവൻ പറയുന്നു, ഞാൻ കാണുന്നില്ല. എന്നാ ശരി, വിട്ടേക്ക്. കാണുന്നില്ല. എനിക്ക് ഒരെണ്ണം കൂടെ ലാസ്റ്റ് തീർന്നു. ഇതാണ് എന്നെ ഒരെണ്ണന്നല്ലേ പറഞ്ഞ, ഇപ്പൊ 2-3 എണ്ണം. അത് ഒന്നാ, ഇത് രണ്ടാമത്തെ തീർന്നു. വിശക്കുന്നുണ്ട് എനിക്ക്. വിശക്കുന്നു, പോയേക്കാം. അതല്ലേ ഒരു വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിട്ട് കഷ്ടപ്പാടാണ്. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. എന്താ സ്ട്രെച്ച് ചെയ്യണോ? എന്താ കോട്ടോയൊക്കെ വിടുന്നില്ലോ? ഉറക്കം വന്നില്ലേ? വർക്കൗട്ട് ചെയ്യാൻ വന്ന് ഉറക്കം വന്ന ആള്. വിശക്കുന്ന എന്നാ വേഗം തീർക്ക പോവാ. ഈ ഇടയ്ക്ക് നല്ല പണിയായതുകൊണ്ട് അതിന്റെ ഇടയ്ക്ക് റെസ്റ്റ് ഒന്നും കിട്ടുന്നില്ല. എന്നുവെച്ചാ ഈ ജിമ്മിൽ വരുന്ന വർക്ക് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കേണ്ട സമയത്താണ് ജിമ്മിൽ വരുന്നത്. വിശക്കും ചെയ്യുന്നുണ്ട്, ടയർഡും ആണ് ഞാൻ. അതെ വാ പോവല്ലേ. ഇന്നത്തെ നമ്മുടെ വർക്കൗട്ട് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഭയങ്കര സ്പീഡിലാണ് എല്ലാം ചെയ്തത്. കുറച്ച് സമയം ഇല്ലാത്തതുകൊണ്ടും പിന്നെ ഭയങ്കര തിരക്കുമായിരുന്നു ജിമ്മിൽ. അപ്പൊ അതൊന്നും കൂടുതലൊന്നും ചെയ്യാൻ പറ്റിയില്ല. അത്യാവശ്യം ഓക്കെ, നമ്മൾ നോർമൽ വർക്കൗട്ട്സ് എല്ലാം ചെയ്തു. പക്ഷെ നമുക്കൊരു വീഡിയോ എടുക്കാനുള്ള ഒരു ഇത് കിട്ടിയില്ല. നല്ല ഒരു വൈബായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമുക്കൊരു സെപ്പറേറ്റ് സ്പേസ് എല്ലാ ആംഗിളിലും ഫുൾ ഒരു 5-8 ആളുണ്ടാവും. അപ്പൊ നമുക്കായിട്ട് ഒരു സ്പേസ് കിട്ടുന്നില്ല. മാക്സിമം എന്തെങ്കിലും കവർ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, തേഴ്സ്ഡേ അല്ലേ? അന്നെന്താ മേ ബി ഫ്രൈഡേ ഒക്കെ എല്ലാരും വീട്ടിൽ പോവായിരിക്കും. അപ്പൊ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി തേഴ്സ്ഡേ വന്നായിരിക്കും. നോർമലി തേഴ്സ്ഡേ വലിയ തിരക്കുണ്ടാവില്ല. അങ്ങനെയാണ് നമ്മൾ ഇന്ന് വ്ലോഗ് എടുക്കാൻ നോക്കുന്നത്. പക്ഷെ കുഴപ്പമില്ല, കുറച്ച് തിരക്ക് കൂടിപ്പോയി. എന്നാലും അത്യാവശ്യം നമ്മളെല്ലാം കവർ ചെയ്തു. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇപ്പം ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടാവും. ഫുഡ് കഴിച്ചാൽ എന്താ നോക്കട്ടെ, നമുക്ക് ആലോചിക്കാം. കഴിച്ചിട്ട് പോവാം. എനിക്ക് എന്നാൽ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. ഓക്കെ, എന്നാൽ നമുക്കത് നമുക്ക് പ്ലാൻ ചെയ്യാം. എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. ഓക്കെ, പോവല്ലേ? ശരി, നമ്മൾ ജിമ്മിൽ നിന്ന് ഇറങ്ങി ഓടാൻ പോവാ. എങ്ങോട്ടാ പോകുന്നേ? നമ്മുടെ വണ്ടി ഫ്രണ്ടിൽ തന്നെ കിടക്കുന്നു. പോവല്ലേ? എവിടെന്നെങ്കിലും കഴിക്കാം. എനിക്കും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തേലും കഴിക്കാം. എന്താ വണ്ടി വെച്ചേക്കുന്നത്? അൽഫാം കഴിച്ചാലോ? അൽഫാം കഴിക്കാൻ പറ്റുന്നോ? വാങ്ങി തരുമോ? ഞങ്ങൾക്ക് വാങ്ങി തരുമോ? വേണോന്ന് ചോദിച്ചെന്താ? വേണോന്നല്ലേ ചോദിച്ചത്? വീഡിയോ എടുക്കുന്നുണ്ടല്ലോ, നമുക്ക് വാങ്ങി തരും. വേണോന്നാ ചോദിച്ചത്. അൽഫാം കഴിക്കാൻ വരുന്ന ഞങ്ങൾക്ക് വേണം. എവിടെ പോന്നു? വാ വാങ്ങിച്ചാ. അൽഫാം നമ്മള് ഫുഡ് കഴിക്കാൻ പോവാ. എവിടെയാ പോകുന്നത്? എവിടെയാ? ഞാൻ കുറച്ച് സ്ഥലമൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ ലാസ്റ്റ് ടൈം നമ്മൾ അവിടുന്ന് കഴിച്ചു. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോകാൻ എനിക്കൊരു വൈബില്ലാത്ത. അപ്പൊ വേറെ സ്പോട്ട് പിടിക്കാന്ന് ഓർത്തിട്ട് നമ്മള് സ്ഥിരമല്ല, ഇടയ്ക്ക് വരാറുണ്ട്. നമ്മള് ഇവിടെ ജിമ്മിന്റെ അടുത്ത് തന്നെ താൽ കിച്ചൺ. അപ്പൊ താൽ കിച്ചണിൽ അൽഫാം കഴിച്ചിട്ട് പോവാന്നാണ് നമ്മുടെ പ്ലാൻ. നേരെ അങ്ങോട്ടേക്ക് പോവാ. ഇവിടെ കുഴിയായിരുന്നു. ഇപ്പൊ റോഡ് നല്ല വൃത്തിക്കായി. ഈ വീട്ടിലെ ഊണിലൊക്കെ ഞാൻ രാത്രി പണ്ട് വന്ന് കഴിക്കാറുണ്ട്. വീട്ടിലെ ഊണില് ഇപ്പൊ ഇവിടെ ഒന്നും വരാറില്ല. കേറിട്ട് വർഷങ്ങളായി. താൽ കിച്ചണിൽ വലിയ തിരക്കില്ലല്ലോ. ഇന്ന് തിരക്ക് കുറവാന്ന് തോന്നുന്നു കേട്ടോ. കേറാം, പോവാം. ഇതാണ് എന്തേലൊക്കെ കഴിക്കാം. അൽഫാം ഷവായ് മസാല ഷവായ്.
എന്താ ആലോചിക്കുന്നത്? വേഗം പറ. അത് അത് അൽഫാം, നോർമൽ അൽഫാം. ഇവിടുത്തെ അൽഫാം അതെ, ഡെക്കർ ചെയ്തിട്ട് കാര്യമില്ല. ഇവിടുത്തെ അൽഫാം കുറച്ച് സ്പൈസി ഒക്കെ പറഞ്ഞാൽ നല്ല എരിവായിരിക്കും. നമുക്ക് പിന്നെ അടുത്ത ദിവസം സീനോ. അതെ, കഴിഞ്ഞ ദിവസം പൂമണിയൊക്കെ വന്ന് ഇവിടെ നിന്ന് എന്തോ ഒരു സാധനം, ഒരു വെറൈറ്റി സാധനം ട്രൈ ചെയ്തിട്ട് ഫുഡ് പോയ്സണിങ് എന്ന് പറഞ്ഞു. നമ്മളുള്ളപ്പല്ല, അത് കഴിഞ്ഞിട്ട് അവര് അതന്നെ എന്തോ ഒരു, അത് പേര് ഞാൻ ഓർക്കുന്നില്ല, ഞാനാ പറഞ്ഞു കൊടുത്തത്. ഞാൻ ഇതൊരു റീല് കണ്ടിട്ട് പറഞ്ഞു കൊടുത്താവേ. അമ്മ എന്നിട്ട് ഒറ്റയ്ക്കിരുന്ന് കഴിച്ച് സീനായി. നമ്മുടെ സാധനം വരട്ടെ, നല്ല വിശപ്പുണ്ട്, വേഗം കഴിക്കണം. നമ്മുടെ അൽഫാം വന്നു. ലാൽ കിച്ചണിലെ നോർമൽ അൽഫാം. അതിന് ഏത് പീസ വേണ്ടത് നിനക്ക്? ഏതേലും എടുത്ത് കഴിക്കാതെ. എടുത്തോ, ജസ്റ്റ് എടുത്തോ. എനിക്ക് ജസ്റ്റ് ഇഷ്ടമല്ല അറിഞ്ഞോണ്ട് അവന്റെ ഈ ചോദ്യം ഉണ്ടല്ലോ. ഇന്ന് കൊറേ ചെസ്റ്റിന്റെ കുഞ്ഞ്. ചെസ്റ്റ് ഇവിടെ ഒരു പീസ്, അവിടെ ഒരു കുഞ്ഞു പീസ്. എനിക്ക് ഇവൻ വേറൊരു എക്സ്ട്രാ സാധനം വാങ്ങിച്ചു തരും. ഞങ്ങൾ തമ്മിലൊരു ഡെയറായിരുന്നു. ഡെയറല്ല, ഓ വേറെ എന്തോ. ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോവാത്തത് കൊണ്ട് ആ സ്ഥലം സാക്രിഫൈസ് ചെയ്യണമെങ്കിൽ കുടിക്കാൻ വേണ്ട, ആ സ്ഥലം സാക്രിഫൈസ് ചെയ്യണമെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇവിടുന്ന് വേറെ വാങ്ങിത്തരുന്നല്ലേ. ഇതല്ലേ ഇഷ്ടപ്പെട്ടത്? ഇതല്ലാണ്ട് വേറെ ആണോ? ഇത് ഇഷ്ടപ്പെട്ടതുപോലെ കഴിച്ചോ, അതാ നല്ലത്. നല്ല മസാല ഉണ്ടല്ലോ. നല്ല മസാല ഉണ്ട്, ഓയിലും ഉണ്ട്, നല്ലോണം ഓയിലും ഉണ്ട്. കുഴപ്പമില്ല, കഴിച്ചു നോക്കാം. നല്ല ചൂടാട്ടോ. ഷവായ ആണെങ്കിൽ ഓയിൽ ഉണ്ടാവില്ലല്ലോ. ഷവായ ആണെങ്കിൽ ഓയിൽ കുറവായിരിക്കും. ബുദ്ധി വേണം. ബുദ്ധി ആ ബുദ്ധി എനിക്കില്ലാത്ത എൻ്റെ പ്രശ്നമല്ലോ. കഴിച്ചു നോക്കാം. കൊള്ളാം. പണ്ടത്തെ രസം. പൊറോട്ട നല്ല ചൂടുണ്ട്, അൽഫാമും നല്ല ചൂടുണ്ട്. ടേസ്റ്റി. അല്ലല്ലേ? ലൈറ്റില്ലാത്തോണ്ട് നമ്മൾ എങ്ങനെ പിടിച്ചാലും കാണും. ഇങ്ങനെ പിടിച്ചാൽ കാണും. അയ്യോ, നമ്മുടെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിരിക്കുന്നു അല്ലേ? അതെ, കഴിഞ്ഞിവിടെ ഇരിക്കുന്നു. നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങി. ഇനി നേരെ ഞാൻ ഫ്ലാറ്റിലേക്ക് പോകുന്നു, ഇവളെ ഫ്ലാറ്റിൽ കൊണ്ടാക്കുന്നു. എന്നിട്ട് അങ്ങനെ വീഡിയോ, നമ്മുടെ ഇന്നത്തെ പരിപാടിയെല്ലാം ഇനിയൊന്ന് ഉറങ്ങണം. ടയേർഡ് ആവുന്നല്ലേ? അതിന് എത്ര വർക്കൗട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ. വർക്കൗട്ടില്ല, മൊത്തത്തില് ടയേർഡ് ആവുന്ന. ശരി, ഡെയിലി ഓഫീസിൽ പോകേണ്ടതുകൊണ്ട്. അതെ, നാളെ നമുക്ക് വർക്കും ഉണ്ട്. അപ്പോൾ ഇപ്പൊ തന്നെ ഒരു 10:30 ആയി. ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോ ജിമ്മ് കഴിഞ്ഞ്, വർക്ക് കഴിഞ്ഞ് ജിമ്മിലൊക്കെ പോയിട്ട് വന്ന് നമ്മുടെ ഒരു ഡേ ഇങ്ങനെയാണ് എൻഡ് ആവുന്നത്. പോവല്ലേ? കൊണ്ടുപോലെ കുറച്ച് പണിയാണ്. അപ്പൊ പോവല്ലേ? അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യൂ. അപ്പോൾ പോവാം. ബൈ. ഓക്കെ, ബൈ.